വിശുദ്ധ യൗസേപ്പിന്റെ വണക്കമാസം 12-ാം തീയതി തിരുസഭയുടെ പാലകൻ. വിശുദ്ധ യൗസേപ്പിനെ തിരുസഭയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതിനും കാരണമുണ്ട്. തിരുസഭയുടെ ആരംഭം അതിൻ്റെ ആദ്യ പ്രതിരൂപമായ തിരുക്കുടുംബത്തിലാണല്ലോ. അദ്ദേഹം കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു എന്ന കാരണത്താൽ തന്നെ സാർവത്രിക സഭയുടെയും സംരക്ഷകനാണ് വന്യപിതാവ്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് പരിശുദ്ധ കന്യ മറിയത്തെയും ദിവ്യശിശുവിനെയും സംരക്ഷിച്ചു പോന്നു. കൂടാതെ ഉണ്ണിമിശിഹായുടെ ജീവൻ അപകടത്തിലായിട്ടുള്ള സന്ദർഭങ്ങളിൽ സഹജമായ വാത്സല്യം സ്നേഹാദരങ്ങളോടെ വിശുദ്ധ യൗസേപ്പ് ദിവ്യകുമാരനെ സംരക്ഷിക്കുന്നതിൽ അതീവ താൽപര്യനായിരുന്നു. സംഭവം 1750 ഫ്രാൻസിൽ ഒരു വലിയ യുദ്ധമുണ്ടായി. മെറ്റീസ് പട്ടണം ശത്രുക്കൾ വളഞ്ഞു. ഏറ്റവും അധികം കഷ്ടപ്പാടുണ്ടായത് മെറ്റീസ് പട്ടണത്തിലെ ഒരു കന്യാലയത്തിലാണ്. പട്ടാളക്കാരെ പാർപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ മഠവും സുദീർഘമായ നിലയിൽ നടത്തിയിരുന്ന സ്കൂളും വിട്ടൊഴിയേണ്ടി വന്നു. സ്വന്തം വസതി വെടിഞ്ഞ് അവർ പിന്നീട് താമസിച്ചത് നേരത്തെ പട്ടാളക്കാർ ഉപേക്ഷിച്ചിട്ടുപോയ ഒരു ഗരോജിലാണ്. ഭക്ഷണമോ മറ്റ് സൗകര്യങ്ങളോ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം സന്യാസി സഭ തന്നെ നിർത്തിക്കളയേണ്ട പരിസ്ഥിതി പോലും അവർക്കുണ്ടായി. എങ്കിലും ആവശ്യ സമയങ്ങളിൽ ആർക്കും സഹായമരുളുന്ന മാറിയോസേപ്പ് പിതാവിൻ്റെ സന്നിധിയിൽ അവർ കൂട്ടപ്രാർത്ഥന നടത്തി. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പ് അവരെ കരുണാപൂർവം കടാക്ഷിച്ചു. കന്യകമാർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും 31 മൈൽ അകലെയുള്ള യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു ഇടവകയിലെ ജനങ്ങൾ ഈ കന്യാസ്ത്രീമാരുടെ കഷ്ടപ്പാടുകൾ അറിയുകയും പിരിവെടുത്ത് അവർക്കാവശ്യമായ എന്തു സഹായവും എത്തിച്ചു കൊടുക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് പടയാളികൾ മഠവും സ്കൂളും വിട്ടൊഴിഞ്ഞതുവരെ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തദാസികളായ ആ കന്യാസ്ത്രീമാർ കഴിഞ്ഞുകൂടിയത് ആ വിശുദ്ധ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിലെ ജനങ്ങളുടെ ഔദാര്യപൂർവമായ സംരക്ഷണയിലാണ്. ജപം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പെ, അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യശിശുവിനെ സംരക്ഷിച്ചു. ഇന്ന് മിശിഹായുടെ ഭൗതികമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അവയെ എല്ലാം വിജയപൂർവ്വം തരണം ചെയ്യുവാനും ദൈവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങ് ദിവ്യകുമാരനോട് അപേക്ഷിച്ചു നൽകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യൗസേപ്പിന്റെ ലുത്തനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സർവ്വസ്വനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, പരിസമറിയമേ, വിശുദ്ധ യൗസേപ്പെ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ
നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ക്ഷമയുടെ ദർപ്പണമേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, കന്യകകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്രമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിപൂർണമേ, തിരുസഭയുടെ പാലക, ഭൂലോകഭാഗങ്ങളിൽ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകഭാഗങ്ങളിൽ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകഭാഗങ്ങളിൽ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുസഭയുടെ പാലക, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ.